നിർധന കുടുംബം പുഴയിൽ ജീവനൊടുക്കിയ സംഭവം. കോതമംഗലം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കും തീരാ ദുഃഖം. വാടക വീടൊരുക്കി അവരെ പുനരധിവസിപ്പിക്കാൻ ശ്രമിച്ചത് കോതമംഗലം പോലീസായിരുന്നു. തൊട്ടു പിന്നാലെ എത്തിയ ദുരന്ത വാർത്ത വിശ്വസിക്കാനായില്ലെന്ന് SHO പ്രശാന്ത് കുമാർ പറഞ്ഞു. എറണാകുളം ജില്ലയിലെ പിറവത്ത് മൂവാറ്റുപുഴയാറ്റിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരണപ്പെട്ട സംഭവം കോതമംഗലം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് മറക്കാനാവില്ല. കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചതായിരുന്നു ഈ ഉദ്യോഗസ്ഥർ. ലോഡ്ജിൽ മുറിയെടുത്തു നൽകിയും വാടക വീടൊരുക്കിയും അവരെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമം വിഫലമായതിന്റെ ദുഃഖം ചെറുതല്ല. സ്വന്തം കുടുംബത്തെ പോലെ കരുതിയിട്ടും പുതിയൊരു ജീവിതത്തിന് വഴിയൊരുക്കിയിട്ടും വിധി മറ്റൊന്നായി. ആ സംഭവത്തെക്കുറിച്ച് കോതമംഗലം SHO പ്രശാന്ത് കുമാർ പറയുന്നത് ഇങ്ങനെ. ഇന്നലെ പിറവത്ത് കാണപ്പെട്ട ഒരു സ്ത്രീയുടെ ഒരു കുട്ടിയുടെ മൃതദേഹത്തിന്റെ വാർത്ത വളരെ ഞെട്ടലോടുകൂടിയാണ് ഞാൻ മനസ്സിലാക്കിയത്. വേറൊന്നുമല്ല, ഒരാഴ്ച മുമ്പ് വരെ നമ്മളുടെ മുമ്പിൽ അവർ വന്നതാണ് സഹായമൊക്കെ ആയിട്ട് അഭ്യർത്ഥിച്ചിട്ട്. ബഹുമാനപ്പെട്ട എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവിയാണ് സാറാണ് എൻ്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവന്നത്. അപ്പം സാറ് അവിടെ ഒരു പീസ് വാലി എന്ന് പറഞ്ഞൊരു സന്നദ്ധ സംഘടനയിൽ അവരെ ഒന്ന് താമസിപ്പിക്കണം, അവർക്ക് താമസ സൗകര്യം ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഏർപ്പാടാക്കിയത്. അപ്പം അവിടെ ഒരു പീസ് വാലി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നമ്മൾ ഈ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ അവിടെ അവർ അക്കോമഡേറ്റ് ചെയ്യുള്ളൂ. അപ്പം ഈ ഇന്നലെ കാണപ്പെട്ട സഹോദരിയുടെ ഒക്കെ ആണെങ്കിൽ കണ്ണ് കാണാൻ വയ്യാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു 90% അന്ധത ബാധിച്ചൊരു ആളായിരുന്നു. അപ്പം നമുക്ക് അവിടെ ആണുങ്ങളെ കൂടെ താമസിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നീട് നമ്മൾ തന്നെ കോതമംഗലം പോലീസ് തന്നെ നമ്മൾ അവിടെ തൊട്ടടുത്ത് നമ്മുടെ ഡെയിലി റെന്റിനൊക്കെ കിട്ടുന്ന ഒരു റൂമൊക്കെ കൊടുക്കുന്ന കാവേരി എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം അവിടെ നമ്മൾ ഇവരെ താമസിപ്പിച്ചിട്ട് നമ്മൾ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് വീടൊക്കെ നമ്മൾ റെഡിയാക്കി തരാം, അതുവരെ നിങ്ങളിവിടെ താമസിച്ചു, അതിൻ്റെ ചെലവും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുത്തു അവർക്ക്. ആ സഹോദരിക്കും ആ ചേട്ടനും 2 മക്കളുണ്ടായിരുന്നു. മൂത്ത പെൺകുട്ടിയും ഇളയതൊരു 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരവും കാര്യങ്ങളും എല്ലാം നമ്മളന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു, അതുവരെ നിങ്ങളവിടെ താമസിച്ചോ, വീട് നമ്മൾ റെഡിയാക്കി തരാം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ബ്രോക്കർമാരുടെയൊക്കെ തിരക്കി നമ്മൾ കഴിഞ്ഞ ദിവസം ഈ നെല്ലിക്കുഴി ഭാഗത്തുള്ള ഒരു വീട് നമ്മൾ റെഡിയാക്കി കൊടുത്തു. അപ്പോൾ ആ വീട് നമ്മൾ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവർക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു വീടാണ്. അപ്പം ആ വീട്ടുടമസ്ഥനായിട്ടായിട്ട് നമ്മൾ സംസാരിച്ച് വീടെല്ലാം റെഡിയായി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ അങ്ങോട്ട് താമസിക്കാൻ വന്നോളാം നമ്മളോട് അറിയിച്ചു. അപ്പം പിറ്റേ ദിവസം നമ്മൾ രാവിലെ അവിടെ താമസിക്കുന്ന നമ്മൾ ഏർപ്പാടാക്കിയ സ്ഥലത്ത് ചെന്നപ്പം അവിടുത്തെ ആൾ പറഞ്ഞു, ഇവരിങ്ങനെ രാവിലെ പള്ളിയിൽ പോവാണെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്, മുറി പൂട്ടിയിട്ട് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഇന്നലെയാണ് ഇങ്ങനത്തെ ഒരു ദാരുണമായൊരു കാര്യം ഇന്നലെ നമ്മൾ അറിയുന്നത്. ആദ്യം ഇങ്ങനെ ഒരു ഫോട്ടോയൊക്കെ കണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നപ്പം പെട്ടെന്നൊരു സംശയം തോന്നി. വൈകിട്ടോടുകൂടി അതൊരു കൺഫേം ആയി, അത് നമ്മളെ സഹായിച്ച ആൾ തന്നെയാണ്. നമുക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായി. നമ്മൾ അത്രയേറെ സഹായിച്ചു ആരായിരുന്നു അത്, പാവങ്ങളായ ആളുകളായിരുന്നു. പക്ഷേ നമുക്ക് വലിയ വിഷമമുണ്ട്. കാരണം എന്ത് തന്നെയാണ് ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇൻവെസ്റ്റിഗേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇതുപോലുള്ള ആളുകളെ സഹായിക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു അണുവിട പോലും ഒരു ബുദ്ധിമോശത്തിന്റെ ഭാഗമായിട്ടും ആരും അങ്ങനെ ചെയ്യരുതെന്നാണ് ഒരു അഭ്യർത്ഥന. ന്യൂസ് ഡെസ്ക് മീഡിയ 60 ന്യൂസ്, കോതമംഗലം.